ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനായിട്ട് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു സമയം അത് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത്? നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. 10 ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, 3 of wands, 9 of cups, the tower card, queen of pentacles, the hanged man. hanged man നമുക്ക് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. queen of wands, okay, 9 of pentacles, page of wands, knight of wands. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡും കൂടി നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് സ്ട്രെങ്ത് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ 10 ഓഫ് കപ്സ് ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ 9 ഓഫ് കപ്സ് ഉണ്ട്. ഈ ഒരു 3 കപ്സുകളുടെ കാർഡുകൾ വരുമ്പോൾ ഫസ്റ്റ് ഈ 3 കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. അതായത് നീ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുള്ള ഒരാളാണ് എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അവർക്ക് ഏറ്റവും സന്തോഷങ്ങൾ കൊടുത്തിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നല്ല ഫീലിങ്സുകളാണ് വരുന്നത്, നല്ല ഓർമ്മകളാണുള്ളത്. നീ എനിക്ക് ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുന്ന ഒരാളായിരുന്നു എന്നുള്ളതും അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ശുദ്ധമായ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഫീലിങ്സിനെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അവർ സ്വന്തം വികാരങ്ങളെ പൂർണ്ണമായും തുറന്ന് പറയാത്തവരായിരിക്കും, പക്ഷെ ആ ഒരു ഫീലിങ്സുകൾ ഇല്ല എന്ന് അതിന് അർത്ഥവുമില്ല. അപ്പോൾ അതാണ് ഈ കപ്സിന്റെ കാർഡിൽ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമുക്കിവിടെ കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഈ കാർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഞാൻ എല്ലാം തുറന്ന് പറയാതെ ഇരിക്കുന്നത് ഒരു സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കുന്നത്, നിങ്ങളെ കാണാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതെല്ലാം എനിക്കൊരു സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അപ്പം ഞാൻ ഫീലിങ്സുകൾ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്, പക്ഷെ എനിക്ക് നിന്നോട് ഒത്തിരി ഫീലിങ്സുകളുണ്ട്, പക്ഷെ ഞാൻ അത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രശ്നമുള്ളത് എന്ന് എനിക്ക് തന്നെ അറിയാം എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് സോർഡ്സ് വ്യക്തമായ ചിന്തകളുള്ള, പക്ഷേ ഹൃദയത്തെക്കാൾ തലച്ചോറിനെ കൂടുതൽ കേൾക്കുന്ന ഒരാളെയാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവരൊരു കോൾഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് തോന്നാം, അവരൊട്ടും കെയർ ചെയ്യുന്നില്ലെന്ന് തോന്നാം, ഡിസ്റ്റൻസ് കാണിക്കുന്നു അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ നിൽക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു കാർഡ് പറയുന്നത് അവര് ഫീലിങ്സുകളെ ലോജിക്കായിട്ട് ചിന്തിച്ച് ആ വഴി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പം അതാണ് ഇവിടെ നമുക്ക് കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. അപ്പം അവർ നിങ്ങളോട് പറയാൻ ഈ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനിക്കൊത്തിരി ഫീലിങ്സുകൾ നിങ്ങളോടുണ്ട്, പക്ഷെ അത് തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സിറ്റുവേഷനിലായിരിക്കില്ല ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത്. അതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ 3 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. അപ്പം ഇവര്
അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു 3 ഓഫ് വാണ്ട്സിലൂടെ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷം മാത്രമല്ല നോക്കുന്നത്. അതായത് ഇപ്പോൾ പ്രസന്റ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സമയം മാത്രമല്ല ഞാൻ നോക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എവിടേക്കാണ് പോകാൻ സാധ്യതയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പോ ഇനിയും മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവർ പ്രാക്ടിക്കലായിട്ട് വളരെയധികം ചിന്തിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എവിടേക്കാണ് പോകാൻ സാധ്യതയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ഓഫ് വാണ്ട്സ് ലോങ് ടേം ആയിട്ടുള്ള ഒരു സമയം വരെ നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നു. അപ്പോൾ ആ ഫ്യൂച്ചറിലെ സാധ്യതകൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ ഒരു ഇതെല്ലാം ഞാൻ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് എങ്ങനെയാണ്, അല്ലാതെ ഞാനൊരു ഈ ഒരു എൻ്റെ ഫീലിങ്സുകളോ നിങ്ങളുടെ ഫീലിങ്സുകളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തോ ഇത് മാത്രമല്ല, നമുക്ക് രണ്ട് കൂട്ടർക്കും വരാവുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. പിന്നെ നമുക്കിവിടെ ഒരു ടവർ കാർഡ് കാണുന്നുണ്ട്. ടവർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റീഡിങ്ങിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കാർഡുകളിൽ ഒന്നാണ് ടവർ കാർഡ്. അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ, അതായത് നിങ്ങളിപ്പോൾ ആരെ ഓർത്തിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത്, ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ അവരെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ, അവർ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ക്യാരക്ടർ, ബിഹേവിയർ, അവരുടെ ചിന്താഗതികൾ ഇതിനെ വരെ മാറ്റാനായിട്ട് കെൽപ്പുള്ള ഒരു സംഭവമാണ് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പഴയ വിശ്വാസങ്ങളെല്ലാം തകർന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഒരു സമയത്ത് നമുക്ക് കാര്യങ്ങൾ അറിയാത്ത സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് വെക്കും. ഇങ്ങനെയായിരിക്കാം ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയാണ് വിശ്വസിക്കേണ്ടത്, ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വ്യക്തിയും കുറേ കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നം ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവരുടെ ആ ഒരു കാര്യങ്ങൾ, വിശ്വാസങ്ങളെല്ലാം മാറി എന്നാണ് പറയുന്നത്. അപ്പം അതോടൊപ്പം തന്നെ അവർ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തോ ഒരു വലിയ മാറ്റം വന്നു എന്ന് തന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം വന്നതിനാലാണ് ഇത്രയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാനോ ഒന്നും പറ്റാത്തത് എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ടവർ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ മാറ്റവുമാണ്. രണ്ട് രീതിയിൽ വരാം. ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു ടവർ സിറ്റുവേഷൻ, അതായത് ഈ റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അവരെ മാറ്റത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. കൂടുതലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റമാകാനാണ് ചാൻസ്. അതിനാലാണ് അവർ ചിലപ്പോൾ മുന്നോട്ട് വരാനും കുറേ സമയത്ത് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുകയും പിന്നെ കുറേ സമയത്ത് പിന്നോട്ട് പോകാനായിട്ടും ഇടയാകുന്നത്. അതാണ് നമുക്ക് ഒരു ഹോട്ട് ആൻഡ് കോൾഡ് അതുപോലത്തെ ഒരു ബിഹേവിയർ കാണിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പിന്നീട് നമുക്കിത് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാൻ റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് ഈ ഒരു കാർഡിലൂടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ കാലം ഞാൻ ഇങ്ങനെ നോക്കി നിന്നു, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നോക്കി നിന്നിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിനെ നോക്കി നിന്നിട്ടുണ്ടാകാം, ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകാം, ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ട സമയം ഈ ഒരു ടൈമിൽ വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനം എടുത്തത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സ് അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ട സമയം വന്നു എന്ന് അവർക്ക് തോന്നുന്നത്. വളരെ കാലം ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നോക്കി നിന്നു, അതിനുശേഷം ഒത്തിരി ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി കാത്തിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, ഞാനൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, അതുപോലെ 9 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡും ഉണ്ട്. അപ്പം ഈ രണ്ട് കാർഡുകൾ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു റെസ്പെക്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ മൂല്യം അതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാർഡിലൂടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, നീ വളരെ ശക്തനാണ് അല്ലെങ്കിൽ വളരെ ശക്തയാണ്, അതായത് മെന്റലി വളരെ സ്ട്രോങ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് നിന്റേതായ സ്വന്തം ഒരു മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒത്തിരി അഡ്മയർ ചെയ്യുന്നു, ആരാധിക്കുന്നു എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത്. പിന്നെ നമുക്കിവിടെ 9 ഓഫ് പെന്റക്കിൾസ് പലപ്പോഴും ഒരു സെൽഫ് വർത്ത്, ഇൻഡിപെൻഡൻസ്, ഗ്രേസ് ഇതിനെയൊക്കെയാണ് ഈ ഒരു 9 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൈകാര്യം ചെയ്യുന്ന രീതി, ആ ഒരു രീതിയോട് അവർക്ക് ഒത്തിരി റെസ്പെക്ട് ഉണ്ടായിരിക്കാം.
അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ അവരുടെ സിറ്റുവേഷൻ പറഞ്ഞ് നിങ്ങൾ ഇന്ന് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങൾ അവരെയും കൂട്ടിയിട്ട് ഈ ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കൈകാര്യം ചെയ്യുന്ന രീതി അവർക്ക് ഒത്തിരി ഒരു റെസ്പെക്റ്റ് നിങ്ങളോട് തോന്നുന്നുണ്ട്. ആ ഒരു റെസ്പെക്റ്റ് നിങ്ങളോട് തുറന്ന് പറയുന്ന അതൊരു ആരാധനയായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ കാർഡ് വളരെ ഒരു ആകർഷണ എനർജി, മാഗ്നറ്റിക് എനർജിയെ കാണിക്കുന്നതാണ്. അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാർഡിലൂടെ നിനക്കൊരു പ്രത്യേക പ്രസൻസ് ഉണ്ട്. അതായത് നീ ഒരു മുറിയിൽ കടന്നു വരുമ്പോൾ ആളുകളെല്ലാവരും നിന്നെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ആകർഷണത്വം നിനക്കുണ്ട്. നിന്റെ ഒരു ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ്, അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, ഒരു പേഴ്സണാലിറ്റിയോടുള്ള ഒരു അട്രാക്ഷൻ, വ്യക്തിത്വത്തോടുള്ള ഒരു ആകർഷണമാണ് ഇവിടെ. ആ ഒരു ആകർഷണം അവർക്ക് നിങ്ങളോടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം, നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് പ്രസൻസ്, ഇതെല്ലാം അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു കാർഡ് നോക്കി കഴിഞ്ഞാൽ പേജ് ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് ഒരു സന്ദേശം, അല്ലെങ്കിൽ ഒരു സംഭാഷണം, കോൺവെർസേഷൻ, പുതിയൊരു തുടക്കം, ഇതിനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിന്നോട് കൂടുതലായിട്ടും എനിക്ക് തുറന്ന് സംസാരിക്കണം, എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തുറന്ന് സംസാരിച്ചതിന് ശേഷം നിന്റെ ആ ഒരു റെസ്പോൺസ് കാണാൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷനിലോ ബ്രേക്കപ്പിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് കോൺവെർസേഷനിൽ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഡിൽ ഒത്തിരി ഒരു ക്യൂരിയോസിറ്റി ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ഡയറക്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ അവര് ഈ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഡിസയർ അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി വികാരങ്ങൾ അവരുടെ മനസ്സിൽ ശക്തമാണ്. പക്ഷെ ആ ഒരു വികാരങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. നമ്മൾ പറഞ്ഞു ഓൾറെഡി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അട്രാക്ഷനും അതുപോലെ തന്നെ സെൽഫ് കൺട്രോളും ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ സ്ട്രെങ്ത് കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഈ കാർഡിനെ ഒരു ശാരീരിക ശക്തി എന്ന നിലയിൽ മാത്രം കാണാറുണ്ട്. എന്നാൽ ടാരോട്സിൽ ഇത് പ്രധാനമായിട്ടും ഒരു ഇന്നർ സ്ട്രെങ്ത്, ഒരു ക്ഷമ, പേഷ്യൻസ്, സെൽഫ് കൺട്രോള്, കരുണയിലൂടെ ജയിക്കല്, അതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം സാധാരണ ഈ ചിത്രത്തിൽ ഒരു സ്ത്രീ സിംഹത്തിന്റെ വായ സൗമ്യമായിട്ട് നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവര് സിംഹത്തോട് യുദ്ധം ചെയ്യുന്നില്ല, പകരം സ്നേഹത്തോടും ആത്മവിശ്വാസത്തോടും അതിനെ ശാന്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ സ്ട്രെങ്ത് എന്താണ് എന്ന് പറയുന്നത്, ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന് ശേഷം സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻസിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. ശക്തമായ ഒരു ആകർഷണം, ആവേശം, പെട്ടെന്നുള്ള ഒരു പ്രവർത്തനം, അതാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ആ ആവേശത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പക്വതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി പറയുന്നത് പോലെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് വികാരങ്ങളുണ്ട്, പക്ഷെ എനിക്ക് നിന്നിലേക്ക് വളരെയധികം ആകർഷണം തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ വെറും ഒരു പെട്ടെന്ന് അങ്ങനെ ചാടിക്കറി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ എൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ട്രെങ്ത് പലപ്പോഴും ഒരാളുടെ ഹൃദയത്തിൽ ശക്തമായ വികാരങ്ങൾ ഉണ്ടെങ്കിലും അവരെ ഭയപ്പെടുത്താതെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത്, ഞാൻ അനുഭവിക്കുന്നതിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അത് വേഗം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇമോഷണലി മച്യൂർ ആയിട്ടുള്ള ഒരു സൂചനയാണിത്. കാരണം അവർക്ക് വിഷമമുണ്ട്, കാര്യങ്ങളുണ്ട്, വേദനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവര് വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, സ്വയം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്, ബഹുമാനിക്കപ്പെടേണ്ട, റെസ്പെക്ട് കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ അവര് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു നിലയിലൊക്കെ തന്നെയാണ് നിങ്ങൾ അവർ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു ബന്ധത്തെ ലഘുവായി കാണാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുമില്ല. പക്ഷെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് പലപ്പോഴും പറയുന്നത് ഫോഴ്സ് കൊണ്ടല്ല, ഫെയ്ത്ത് കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതായത് പിന്തുടർന്ന് ചേസ് ചെയ്ത് പോകുന്നതിൽ ഒരു കാര്യമില്ല, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ ഒരു കാര്യമില്ല, നിയന്ത്രണം വെക്കുന്നതിൽ ഒരു കാര്യമില്ല.
പകരം ഒരു വിശ്വാസവും അതുപോലെ ക്ഷമ, ആത്മവിശ്വാസം, ഈ 3 കാര്യങ്ങൾ കൊണ്ട് ആണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്പ്രെഡിൽ നോക്കുമ്പോൾ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് വികാരങ്ങളുണ്ട്, ആകർഷണമുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയതായി ഇവിടെ ബഹുമാനവും ആത്മനിയന്ത്രണവും ഉണ്ട്. അപ്പൊ ശരിയായ സമയം വരുമ്പോൾ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാടാണ് ഇവർ കാണിക്കുന്നത്. അതിനാൽ തന്നെ സ്ട്രെങ്ത് ഇവിടെ ഒരു ഏസ് അല്ലെങ്കിൽ നോ കാർഡ് അല്ല. ഇത് ശക്തമായിട്ടുള്ള വികാരങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജത്തെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തി എടുത്തു ചാടിയിട്ട് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന്റെ ഒരു ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാം തുറന്ന് പറയുന്നില്ലെങ്കിലും നിനക്കുള്ള ആ ഒരു ഫീലിങ്സുകൾ ശൂന്യമല്ല, അല്ലെങ്കിൽ നിന്നോടുള്ള എൻ്റെ ഒരു ഫീലിങ്സുകൾ അവിടെ ഇല്ല എന്ന അർത്ഥമില്ല. ജീവിതത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ എന്നെ ഒത്തിരി മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഞാൻ നമ്മുടെ ഒരു ഫ്യൂച്ചർ, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിന്റെ ശക്തിയും ആത്മവിശ്വാസവും എന്നെ ഒത്തിരി ആകർഷിച്ച് ഇതിലേക്ക് നിലനിർത്തുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഒരിടത്ത് നിൽക്കാതെ മുന്നോട്ട് പോകണമോ എന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലുമാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സ്ട്രെങ്ത് കാർഡ് അവസാന കാർഡായി വന്നതുകൊണ്ട് തന്നെ ഈ റീഡിങ്ങിന്റെ അവസാന സന്ദേശം എന്ന് പറയുന്നത് ക്ഷമയും ആത്മവിശ്വാസവും നിലനിർത്താനാണ് പറയുന്നത്. യഥാർത്ഥ ബന്ധങ്ങൾ ഒരു ബലപ്രയോഗത്തിലൂടെയോ ചേസിയിലൂടെയോ അല്ല നടക്കേണ്ടത്, പരസ്പര ബഹുമാനത്തിലും ധൈര്യത്തിലുമാണ് വളർന്നു വരേണ്ടത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് വരുന്ന ഒരു ഗൈഡൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, clues related to this reading. Okay, first clue നമുക്ക് കിട്ടുന്നത് നമ്പർ 10 ആണ്. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. 1979 എന്ന് പറയുന്ന വർഷം വരുന്നുണ്ട്. 1976 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ചെസ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ ആണ് ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. മെസ്സി ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 47, നമ്പർ 25, 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ റൈഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് കിട്ടുന്നുണ്ട്. 2001 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സെൻസിറ്റീവ് ആയിരിക്കാം. 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. 1998 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഒത്തിരി കാണുന്ന സമയമായിരിക്കാം. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. 1984 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ലവർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 49 കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ്. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1994 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 31 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ലെറ്റർ ഇസഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ പി കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് 1987 ആണ്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.